come in, sir? Yes. I have been selected as the flight cadet, sir. Let me see. What's your name? Shraddha. Shraddha Kaul. You are supposed to join day after tomorrow with the other girls. How come you are here today itself? Actually, sir, you see, you're so excited about the training that I landed up 2 days. Remove your goggles. This is an office. Sorry, sir. Actually, I was coming from the hot sun. So what? You can go and report at the cadet mess. Thank you, sir. Thank you, sir. ദഗ്രെ ഇവളോട് പ്രത്യേകം പറഞ്ഞേക്കണം നമ്മളുടെ ഫാഷൻ പരേഡൊന്നും ഇവിടെ നടക്കില്ല. അവളോടൊരു വേഷവും. With due respect, sir. Yes. ഇവിടുത്തെ ചിട്ടകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല, സർ. ക്ഷമിക്കണം. വലിയ പ്രതീക്ഷയോടാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ദയവായി എന്നെ നിരാശപ്പെടുത്തരുത്. You are a Malayali? Yes, sir. പിന്നെ ഈ ശ്രദ്ധ കൗൾ? അച്ഛൻ സിദ്ധാർത്ഥ് കൗൾ, കാശ്മീരി. അമ്മ മേരിക്കുട്ടി, ചെങ്ങന്നൂർക്കാരി. രണ്ടുപേരും മിലിറ്ററി ഡോക്ടേഴ്സ്. ലവ് മാരേജ്. കാശ്മീർ വേഴ്സസ് കേരള. KK എക്സ്പ്രസ്. മതി. You can go. Sir. അവള് മലയാളിയാണെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം. എന്ന് വെച്ച് ഞാൻ ചമ്മിയൊന്നുമില്ല. ചമ്മി? പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. എന്താ സ്മാർട്ട്നെസ്? ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം, ശുദ്ധ മലപ്പുറം. തലേന്ന് സാരിയും മാറ്റൂല, വാതിലിന്റെ മറവിന്ന് പുറത്തും വരൂല. നീ ആ ശ്രദ്ധയെ കണ്ട് പഠിക്ക്. നിർത്തറോ. ഉള്ള കോംപ്ലിമെന്റ്സ് മുഴുവൻ ഒരുത്തിക്ക് തന്നെ കൊടുത്ത് തീർക്കാതെ ട്രെയിനിങ്ങിന് ഇനിയും പെമ്പിള്ളേർ വരാനുണ്ട്. ഫാത്തിമക്കുട്ടി, ഇനിയാണ് ഇവനെ സൂക്ഷിക്കേണ്ടത്. നമുക്ക് 4 നിക്കാഹ് വരെ കഴിക്കാം. 4 കെട്ടാത്തവൻ നട്ടലില്ലാത്തവൻ ഇവൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പഴല്ലേ അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. തമാശയൊന്നുമല്ല. ഫാത്തിമക്കുട്ടി സൂക്ഷിച്ചില്ലെങ്കിൽ ഒറ്റ തുമ്മലിന് 3 തലാക്കും പറഞ്ഞ് ഇവൻ ഫാത്തിമക്കുട്ടിയെ ഒതുക്കും. എന്തിനാ സാറേ കുടുംബ കലഹം ഉണ്ടാക്കുന്നത്? കോമഡി ഒന്നും നമുക്ക് മനസ്സിലാവൂല. ഇത് കോമഡി ഒന്നുമല്ല. നീ പരസ്യമായ രഹസ്യമായ എന്നെ ഊരുവോ? ഇല്ല. പോടാ. പോട്ടെ. ശരി. 4 എണ്ണത്തിന് സാറിന്റെ കാര്യമേ തമാശ പറഞ്ഞാലും സീരിയസ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ. പിന്നെ നീ ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇയാൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, പെണ്ണ് കെട്ടി ആണുങ്ങളെ ഇഷ്ടമല്ല. വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. അയ്യോ ഫാത്തിമ, ആകെ കിട്ടിയ ഒരു ഓഫ് ഡേ നീ കുളമാക്കല്ലേ. അല്ല സാറേ, ഈ സക്കീർ സാറിനെ 4 കല്യാണം വരാന്ന് പറഞ്ഞ സത്യമാണോ? പിന്നെ വേണമെങ്കിൽ കൂടുതലോ? അതെ. ഷോ, എന്തൊരു യോഗമാ. എങ്ങനെ മാനേജ് ചെയ്യും സാറേ? സാറേ, നമുക്ക് 4, 6 ഒന്നും വേണ്ട. 1 മതി. സാറ് നാട്ടിലുള്ള മഹാലക്ഷ്മി ചേച്ചി വിളിച്ചോണ്ടോ സാറേ? വിളിച്ചോണ്ടോ സാറേ? സമയമാവട്ടെ, വിളിച്ചോണ്ട് വരാം. ഓ, എപ്പ ചോദിച്ചാലും സമയമാവട്ടടാ. ഇനിയും സമയമായില്ലേ? അയ്യോ, ഈ ബാനർ കാണുമ്പോൾ ചരക്കുകൾ കിടുങ്ങണം. എങ്ങനെയുണ്ടാ? കുറച്ചുകൂടെ ചോപ്പാവല്ലേ? ഇപ്പൊ തന്നെ കുളമാണേ. ആ ഊതല്ലേ? അയ്യോ, വിശ്വാമിത്രൻ. എന്റെ അമ്മോ. Sky is no limit for the angels. എന്താണ് ഇവിടെ? വാട്ട്സ് ഹാപ്പനിങ്?
അപ്പോ സ്വീകരണ കമ്മിറ്റി യോഗമായിരുന്നു. ആരാ നേതാവ്? ചോദിച്ചത് കേട്ടില്ലേ? കമോൺ. ഈ അക്കാഡമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പെൺകുട്ടികൾ ട്രെയിനിങ്ങിന്. അപ്പൊ ബാനർ കെട്ടിയാൽ മാത്രം പോരാ, തലയും കുത്തി ഒന്ന് സല്യൂട്ട് ചെയ്യണം, ഒരു ചേഞ്ചിന്. നിന്ന നിൽപ്പിൽ സമ്മർ സോൾട്ട് ചെയ്തവന്മാർ വരെ ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട് സക്കീർ ഭായ് തന്റെ വെൽ ഡിസിപ്ലിൻഡ് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ്? ഇയാള് നേരെ അവളെ ലക്ഷണമില്ല. ചെറുപ്പത്തിൽ ഒരുപാട് കടുക്ക വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിന്റെ കടുക്ക കഴിച്ച എന്താ കുഴപ്പം? ഓടേക്കാം. എയർഫോഴ്സ് ലൈഫിൽ അപകടം എപ്പോ വേണമെങ്കിലും വരാം, ബട്ട് നോട്ട് ഇൻ ദ ഫോം ഓഫ് എ വുമൺ. സ്വകാര്യ ജീവിതത്തിൽ ചെത്തോ മിനുക്കോ റൊമാൻസോ എന്ത് വേണമെങ്കിലും ആകാം. പക്ഷേ ഈ മതിൽക്കെട്ടിനകത്ത് നിറങ്ങളില്ല. ആണായാലും പെണ്ണായാലും കാരറ്റ്സ് മാത്രം. ഓൺലി കാരറ്റ്സ്. ക്ലിയർ? तुम सब लोग चुप क्यों बैठा है? ആഫ്റ്റർ ഓൾ ഒരു വെൽക്കം ബാനർ, അത് ഇത്രയും വലിയൊരു ഒഫൻസ് ആണോ? എടാ, നമ്മുടെ ഈശ്വർ സാറിനെ ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ എന്താ അത്ര വലിയ അലർജി? കടുക്ക അല്ലാണ്ട് എന്ത് കാരണം? കടുക്കയ്ക്ക് എന്താ കുഴപ്പം? ഈ കടുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം കൈപ്പുള്ള ആയുർവേദ മരുന്നാണത്. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കടിക്കൂല, പക്ഷെ ഭയങ്കര കൊരയായിരിക്കും. അതല്ലടാ കൊക്കെ. എന്തറിഞ്ഞിട്ടാ നീ പറയണത്? എന്ത്? ഇതിന്റെ ഇന്നർ മീനിങ് എന്താണെന്ന് അറിയോ? എന്തുവാ? അറിയോ? അറിയില്ല. അറിയില്ലോ? ഇല്ല. എന്നാ അവിടെ ഇരിക്കും. ഇരുന്ന്. കടുക്ക എന്ന് പറയുന്ന സാധനം അല്പം അടൽസൊള്ളിയാണ്. യെസ്. ഈ കടുക്ക എന്ന് പറയുന്ന സാധനം അധികമായിട്ട് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ഈ സാറല്ലടാ ഒക്കെ എന്താണ് കൈ കിട്ടുന്നത്? ഒരു കാര്യം പോക്കറ്റ് കാണിച്ചാണല്ലോ. കേഡറ്റ് ദാസ്, സർ, കം ഹിയർ. എന്താ ഇടയ്ക്ക് മുറിഞ്ഞു പോയത്? മുഴുവൻ പറഞ്ഞു തീർക്ക്. ഇന്നലെ എടുത്ത ക്ലാസ്സിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യായിരുന്നു. കടുക്കയെ കുറിച്ചായിരുന്നു ഇന്നലത്തെ ക്ലാസ്. അല്ല, കടുക്ക നല്ലൊരു ആയുർവേദ ഔഷധം തോമസ് പറയായിരുന്നു. ദാസിന് എത്ര വയസ്സായി? 20 അല്ല 21. 10 വേനലും മഴയും തന്നെക്കാൾ കൂടുതൽ കണ്ടവനാ ഞാൻ. അപ്പൊ അതിന്റെ എല്ലുമൂപ്പ് എനിക്ക് കാണും. തോളിൽ കിറ്റ് ബാഗും തൂക്കി ഓടാനോ ചാടാനോ തലകുത്തി മറിയാനോ ഒന്നും ഞാൻ പറയില്ല. മനസ്സിലായോ? ദേ, തമാശ പറയുന്നതൊക്കെ നല്ല കാര്യം. അതൊക്കെ തരക്കാരോട് തരക്കാരെ കുറിച്ച്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഈശ്വർ ആരാണെന്നാ നിന്റെയൊക്കെ വിചാരം? മേലിൽ ആരെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഇത്തരം വർത്തമാനം പറയുന്നത് കേട്ടാൽ അണ്ടർസ്റ്റാൻഡ്? വിനോദ്, come on. അന്ന് വന്ന ചരക്ക് ഗസ്റ്റ് ആണെങ്കിൽ തിരിച്ചു പോയി കാണൂലേ? ഇനി ട്രെയിനി ആണെങ്കിലും തിരിച്ചു പോയി കാണും. വിനോദ്, അതേടാ, എന്തൊക്കെയാണേലും അസല് ചരക്കായിരുന്നു. അവളുടെ വേഷം വാങ്ങേണ്ട ഈശ്വര സാർ വെറുതെ വിടൂ. അന്ന് തന്നെ തിരിച്ചു ഉറപ്പിച്ചു കാണും. അന്നെ പീസ് വരുന്നുണ്ട്. എവിടെ? തട്ടി വീഴും. ഹലോ, കയ്യിലാട്ട് വിളിക്കടാ. ഹലോ, മുമ്പിൽ മാറ. നിന്റെ തന്ത
കുഞ്ഞോ So when you include the runways, the administrative block, the housing quarters, the lake, the fields, and all other facilities available here, the total area comes to about 6,500 acres. So cadets, those were the details of the academy. Clear? Yes, sir. ഇറ്റ്സ് വർക്കിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാറിന്റെ ഭാര്യ ഫാത്തിമയെ ഞാൻ ഇന്നലെ സ്റ്റോറിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പോഴാ മനസ്സിലായത് ഞങ്ങൾ റിലേറ്റീവ്സ് ആണ് സർ. റിലേറ്റീവ്സോ? ആ, സാറിന്റെ വൈഫിന്റെ ഒരു കസിൻ ഇല്ലേ സലീം, ഗൾഫിലുള്ളത്. അയാൾ കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ ഒരു കസിനെയാ, ആനി. അനദർ ലവ് മാരേജ്. ആ, ഞാനും കേട്ടിട്ടുണ്ട്. ആനി ശ്രദ്ധയുടെ കസിനാണോ? യെസ് സർ, സോ വി ആർ റിലേറ്റീവ്സ്. മൈ ഗോഡ്. ഫാത്തിമ എന്നെ പെരുന്നാളിന് ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരണമെന്ന് എന്റെ ഭാര്യ പറഞ്ഞു. യെസ് സർ. അവക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമായി. സാറിനല്ല, എന്നെ. വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ നെയ്ബറാണ് ഈശ്വർ സാർ. ഒരു കേഡറ്റ്, അതും ഒരു ലേഡി കേഡറ്റ്, ഒരു സീനിയർ ഓഫീസറുടെ വീട്ടിൽ വന്നു പോകുന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമാവെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എന്തിനാ സാർ ആ നല്ല മനുഷ്യനെ എല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞ് സ്ത്രീ വിദ്വേഷിയാക്കുന്നത്? ഓ ശരി, ഒരു അനുഭവം ഉണ്ടാകുന്നവരെ ഇങ്ങനെ ഒരു അഭിപ്രായം മനസ്സിലിരിക്കുന്നതും നല്ലതാ. മറഡോണ ഉത്തേജക. എന്റെ ദൈവമേ, സക്കീർ സാറ് വീണ്ടും കല്യാണം കഴിച്ച, അതും ഒറ്റയടിക്ക് 1, 2, 3, 4 കൂടി. പാവം ഫാത്തിമ ചേച്ചി. സാറേ, അയ്യോ മതി. മതിയാക്കിയോ? ഇവരാരും ഒന്നും കഴിച്ചില്ലല്ലോ. ഞാനേ അപ്പുറത്ത് പോയി ആ വിശ്വാമിത്രനെ ഒന്ന് കണ്ടിട്ട് വരാം. ആരെ? ഈശോ സാറിനെ. എന്തിനാ? ജസ്റ്റ് ഒരു ഹലോ പറയാൻ. ഇവിടെ വരെ വന്നതല്ലേ. വേണ്ട ശ്രദ്ധ, ഈശ്വർ സാറിന് ഇഷ്ടാവില്ല കേട്ടോ. അങ്ങേര് നല്ല മനുഷ്യനാ. നിങ്ങളൊക്കെ കൂടെ പറഞ്ഞ് പെരുപ്പിച്ച് അങ്ങേര് ഒരു പേടി സ്വപ്നമാക്കി മാറ്റി. Am I right, sir? Correct. You are absolutely correct. ശ്രദ്ധ ധൈര്യമായിട്ട് പോ. ചെന്നാട്ടെ. Okay, sir. വെറുതെ എന്തിനാ? പോയിട്ട് വരട്ടെന്ന്. വിശ്വാമിത്രന്റെ മനസ്സ് മാറ്റൊന്ന് ശബ്ദം ചെയ്തിരിക്കല്ലേ. ഇപ്പൊ കാണാം പൂരം. Good morning, sir. ശ്രദ്ധ call. Good morning. എന്താ? സക്കീർ സാറിന്റെ വീട്ടില് പെരുന്നാളിന് ലഞ്ച്. ഞാൻ ഒറ്റയ്ക്കല്ലേ സർ, ഇവിടെ ഫ്രണ്ട്സും ഉണ്ട്. ഇവിടെ എന്തിനു വന്നെന്നാ ചോദിച്ചത്? ഇവിടെ വന്നത് സാറിനെ കണ്ട് ജസ്റ്റ് ഹലോ പറയാനാ. ലുക്ക്, ഒരു സീനിയർ ഓഫീസറെ അയാളുടെ കോട്ടേഴ്സിൽ വന്ന് കണ്ട് വിഷയേണ്ട കാര്യമില്ല. കാണേണ്ട സ്ഥലത്ത് വെച്ച് കണ്ട് വിഷയം ചെയ്താൽ മതി. Got it? ചമ്മണ്ട ഇനി പോരെ. എന്തിനാ അവിടെ ഒളിച്ചു നിൽക്കുന്നത്? ഇനി വെളിച്ചത്തോട്ട് വാ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ അവസാനം ജയിക്കാൻ പോകുന്നത് ഈ ശ്രദ്ധ തന്നെയാ. ഞാൻ റോബർട്ട് ബ്രൂസിന്റെ വംശത്തിൽപ്പെട്ടവളാ. തോക്കുംതോറും വാശി കൂടും. പിന്നെ ആരും ചിരിക്കണ്ട. സാർ നോക്കിക്കോ, ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈശ്വർ സാറിന് സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ മാറ്റിയെടുക്കും. യു വാണ്ട് എ ബെറ്റ്? ബെറ്റ്? വെറുതെ എന്തിനാ ബെറ്റ് വെക്കുന്നത് അല്ലേ?
छोड़ दो मुझे, छोड़ दो मुझे, मुझे गाँव जाना है, मुझे माँ से मिलना है, मुझे माँ से मिलना है, छोड़ दो मुझे, मैं झगड़ा नहीं कर चाहता हूँ, छोड़ दो मुझे, छोड़ दो, मुझे माँ से मिलना है, मुझे गाँव जाना है, अरे बच के जाके हिंदुस्तानी सुअरों से मिलना है क्या? नहीं सदर, मुझे माँ से मिलना है, मुझे पढ़ना है, नहीं चाहिए बंदूक और झगड़ा, बस हो गया, हिंदुस्तान मेरा देश है। अरे साले क्या बोला? तुम्हारा देश ये हिंदुस्तान? और एक बार ऐसा बोलेगा तो जान से मार दूंगा सारे। आइंदा किसी ने बचने की कोशिश की तो लाश मिलेगा, समझे? जी सरदार। जाओ बंदूक प्रैक्टिस करो। सरदार, कराची से हमारे दोस्त मुल्तान आया है। अच्छा, मिलने के लिए मैसेज दिया। ये है रेड अलर्ट। इस फ्लाइट की ताकत, इसमें लगे हथियार, उनके बारे में कुछ खबर नहीं है, सब टॉप सीक्रेट है। हमारे इंटेलिजेंस ने इसका रिपोर्ट दिया है। ये है ईश्वर, इसी ने इस प्रोजेक्ट का डिजाइन किया है। रेड अलर्ट के बारे में सही जानकारी देने के काबिल भारत में सिर्फ यही एक आदमी है। मुझे ये आदमी चाहिए, क्या तो ये प्रोजेक्ट। तुम्हें जो कुछ भी चाहिए, बंदूक, बॉम्ब, पैसा, जो भी हो, डोंट वरी अबाउट इट, बट आई वांट हिम, समझे? जी। सलीम। जी मुल्तान। ये मेरा दोस्त है सलीम। आदाब से। आदाब। गोरिल्ला टैक्टिक्स एंड ट्रांसमिशन डिकोडिंग में एडवांस ट्रेनिंग लिया है। इनको कई भाषाएं भी मालूम है। इस मिशन के लिए ये तुम्हारी मदद करेंगे। जी अच्छा। अच्छा।